PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണമാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗിലും. വിഷയത്തിൽ CPIക്ക് പരോക്ഷ മറുപടി നൽകിയിരിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാർ അധികാരത്തിലുള്ളതുകൊണ്ട് CPIM മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ജനങ്ങൾക്ക് ആശ്വാസമാകാൻ കഴിയുന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും MV ഗോവിന്ദൻ പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടേക്ക് വെച്ച എല്ലാ മുദ്രാവാക്യവും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്ന തെറ്റിദ്ധാരണ വേണ്ട. അതാണ് ഗവൺമെൻറ്റിൻ്റെ പരിമിതി. എന്നാൽ ഈ ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനാവും, അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കാനാവും. അതാണ് സവിശേഷമായ ഇന്നത്തെ പരിതസ്ഥിതിയിലുള്ള നമുക്ക് ചെയ്യാനാവുന്ന ആയുധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒരു ഭാഗത്ത് പരിമിതിയുണ്ട്, മറുഭാഗത്ത് അവസരമുണ്ട്. അവസരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കുക, പരിമിതി ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് 57-ലെ സഖാവ് EMSൻ്റെ ഗവൺമെൻറ് ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ലോകചരിത്രത്തിലാദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ EMS പറഞ്ഞത്. അതായത് CPIയും CPMും ഈ വിഷയത്തിൽ രണ്ട് തട്ടിൽ നിൽക്കുമ്പോൾ അത് മുന്നണിക്കകത്ത് മാത്രമല്ല സർക്കാരിനെ കൂടി വലിയ പ്രതിസന്ധിയിലാക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നത് VV അരുൺ നൽകും ആ റിപ്പോർട്ട്. PMC വിവാദം ഇടതുമുന്നണിയിലും സംസ്ഥാന മന്ത്രിസഭയിലും വലിയ പ്രതിസന്ധിയായി തുടരുകയാണ്. മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് CPI നീങ്ങുമെന്ന സൂചനകളാണ് ഇന്ന് പുറത്തു വന്നത്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ലെന്നും ഉറപ്പായി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചേർന്ന CPIയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗവും വിഷയം ചർച്ച ചെയ്ത് ഒരു തരത്തിലും നിലപാടിൽ നിന്ന് മാറേണ്ട സാഹചര്യമില്ല എന്ന് വിലയിരുത്തി. MA ബേബി അടക്കമുള്ള ദേശീയ നേതാക്കളും വിഷയത്തെ വിളിച്ച് സംസാരിച്ചെങ്കിലും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ലെന്ന് തന്നെയാണ് CPI ഇപ്പോഴും വ്യക്തമാക്കുന്നത്. നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി CPIയുടെ സംസ്ഥാന നേതൃത്വം എത്തി എന്നുള്ളതാണ് വസ്തുത. കാരണം സംസ്ഥാന കൗൺസിലിൻ്റെ അനുമതിയില്ലാതെ ഈ തീരുമാനത്തിന് ഒരു തരി പോലും പിന്നോട്ട് പോകരുത്, ഒരു തരിമ്പ് പോലും പിന്നോട്ട് പോകരുത് എന്ന കർശനമായ നിർദ്ദേശം സംസ്ഥാന കൗൺസിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ CPMൻ്റെയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറി അല്ലെങ്കിൽ അതിന് തുല്യമായ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് ലഭിക്കുന്നത് വരെ നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് CPIയുടെ തീരുമാനം. നാളെ മന്ത്രിസഭാ യോഗം രാവിലെയാണ് നിശ്ചയിച്ചിരുന്നത്, പക്ഷേ അത് വൈകിട്ടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. 4-ാം തീയതിയാണ് CPIയുടെ അതിനിർണായകമായ സംസ്ഥാന കൗൺസിൽ. അതുവരെ ഒരു തീരുമാനം വന്നില്ലെങ്കിൽ മന്ത്രിമാരെ 4 പേരെയും രാജിവെപ്പിച്ച് പുറത്തുനിന്ന് മുന്നണിക്ക് സർക്കാർ മന്ത്രിസഭയ്ക്ക് പിന്തുണ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് CPI സജീവമായി പരിഗണിക്കുന്നത്. ഏതായാലും അതിനു മുമ്പ് ഒരു മുന്നണി യോഗം നടത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ CPM തേടുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. 1-ാം തീയതി നിയമസഭാ സമ്മേളനമുണ്ട്. ഇത്തരത്തിൽ കടുത്ത ഭിന്നതയോടെ രണ്ട് പ്രധാന പാർട്ടികൾ നിൽക്കുമ്പോൾ ആ ഭിന്നതയോട് തന്നെ നിയമസഭാ സമ്മേളനത്തെ അഭിമുഖീകരിക്കുക എന്നൊരു പ്രതിസന്ധിയിൽ കൂടി CPM കടന്നു പോകുന്നു. 2-3 ഈ 2 ദിവസങ്ങൾ 1-ാം തീയതി 1, 2, 3 അങ്ങനെ 3 ദിവസങ്ങൾ വലിയ നിർണായകമാണ് CPMനെയും ഇടതുമുന്നണിയും സംബന്ധിച്ചിടത്തോളം. ഏതായാലും ഒരു തരത്തിലും നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് തുടരുകയാണ് ഇരു പാർട്ടികളും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇടതുമുന്നണി പ്രതിസന്ധി നേരിടുന്നത് എങ്കിൽ ഐക്യത്തോടെ പ്രചാരണത്തിന് ഒരുങ്ങുകയാണ് KPCC. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നവംബർ 1 മുതൽ ഔദ്യോഗികമായി തുടക്കം കുറിക്കാൻ KPCC തീരുമാനിച്ചിരിക്കുന്നു. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിലാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും തെരഞ്ഞെടുപ്പ് പ്രചാരണ പദ്ധതി അവതരിപ്പിച്ചത്. ഈ യോഗത്തിൽ ഇവർക്ക് പുറമെ മറ്റ് ചിലരും പങ്കെടുക്കുകയുണ്ടായി എന്ന് മാത്രവുമല്ല, ഐക്യത്തോടുകൂടി ഈ പ്രചാരണ രംഗത്ത് സജീവമാകണമെന്ന് കൃത്യമായ നിർദ്ദേശം AICC സംസ്ഥാന നേതൃത്വത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ചില വിയോജിപ്പുകൾ ഉൾപ്പെടെ K സുധാകരൻ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചതായും വിവരങ്ങൾ ഉണ്ട്. അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. പറയേണ്ടത് മുഖത്ത് നോക്കി പറഞ്ഞുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അനൈക്യം പറഞ്ഞ് ശരിയാക്കിയില്ല എങ്കിൽ എല്ലാം വെള്ളത്തിലാകുമെന്നും അനുകൂല നടപടി പ്രതീക്ഷിക്കുന്നുവെന്നുമാണ് സുധാകരന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. ഈ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടരുന്നതിനിടെയായിരുന്നു ഹൈക്കമാൻഡുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത്.